ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ മണ്ഡലത്തിൽ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ്. 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ 8,104 വോട്ടുകളാണ് ഇത്തവണ ധർമ്മടത്ത് ബി.ജെ.പി. നേടിയത്. 2019 ധർമ്മടത്ത് ആകെ 8,538 വോട്ടുകൾ നേടിയ ബി.ജെ.പി. ഇത്തവണ 16,711 വോട്ടുകൾ പിടിച്ചു. 2019 ഇരട്ടി വോട്ടാണ് മുഖ്യമന്ത്രി വോട്ട് ചെയ്ത 161 നമ്പർ ബൂത്തിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. അർജുൻ കല്യാട് വിശദാംശങ്ങളുമായി. അർജുൻ, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കൂടുതൽ ഇരട്ടി വോട്ട് പിടിക്കുന്നു എന്ന് മാത്രമല്ല, ബൂത്തിൽ തന്നെ നല്ല രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനുമായി CPM എങ്ങനെയാണ് ഇതിനെ കണക്കാക്കുന്നത്? നികേഷ്, കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ബി.ജെ.പിയുടെ വോട്ട് ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ഇടതു ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ധർമ്മടത്ത്, തളിപ്പറമ്പല്, മട്ടന്നൂർ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും വലിയ തോതിലുള്ള ബി.ജെ.പി. വോട്ട് വർധനയാണ് 2024 തെരഞ്ഞെടുപ്പിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായിട്ടുള്ള ധർമ്മടത്താണ്. 2019 തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് ആകെ NDAക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് 8,538 വോട്ടുകളായിരുന്നുവെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ അത് 16,711 വോട്ടുകളായി ഉയർന്നു. അതായത് ഇരട്ടിയോളം തന്നെ വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ധർമ്മടത്തുള്ളത്. മുഖ്യമന്ത്രി വോട്ട് ചെയ്തിട്ടുള്ള ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 161 നമ്പർ ബൂത്ത്, അതായത് പിണറായി RC അമല സ്കൂളിനകത്തുള്ള ബൂത്തിൽ കഴിഞ്ഞ തവണ 50-ലധികം വോട്ടുകൾ, 58 വോട്ടുകളാണ് ബി.ജെ.പി. നേടിയിരുന്നതെങ്കിൽ ഇത്തവണ അത് 115 വോട്ടുകളായി ഉയരുന്ന ഒരു കാഴ്ചയും കണ്ടു. അതിനു പുറമെ LDF കൺവീനറുടെ അഴീക്കോട് നിയോജക മണ്ഡലത്തിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിലും ബി.ജെ.പിക്ക് വൻ വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിൽ 8,047 വോട്ടുകളാണ് ബി.ജെ.പി. അധികമായി നേടിയത്. അഴീക്കോട് അത് 8,104 വോട്ടുകളാണ് ബി.ജെ.പി. ഇക്കുറി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ വോട്ട് ബി.ജെ.പിക്ക് ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇരിക്കൂറിലും പേരാവൂരിലും താരതമ്യേന വോട്ട് ശതമാനം ബി.ജെ.പിക്ക് കുറവാണ്. അതായത് വോട്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇത്രയും വലിയ തോതിലുള്ള വോട്ട് വർധന ഇരിക്കൂറിലും പേരാവൂരിലും ഇല്ല. ഇരിക്കൂറിൽ ആകെ വോട്ട് വർദ്ധിച്ചത് 6,200 വോട്ടുകളാണ് ബി.ജെ.പിക്ക് വർദ്ധിച്ചിട്ടുള്ളത്. പേരാവൂരിൽ 5,335 വോട്ടുകളാണ്. എന്നാൽ ഈ പറയുന്ന മറ്റു മണ്ഡലങ്ങളെല്ലാം തന്നെ ശരാശരി 8,000-ന് മുകളിൽ വോട്ടുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ CAA വിരുദ്ധമായിട്ട് സമരം ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷ വിഷയങ്ങൾ കൂടുതലായി മണ്ഡലത്തിൽ ചർച്ചയാക്കിയത് ഇടതുപക്ഷത്തിന്റെ പരമ്പരാഗതമായ ഹിന്ദു വോട്ടുകളിൽ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിലൊക്കെ ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ദിശ ഈ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു പരിശോധന ഒരുപക്ഷെ പാർട്ടി നടത്തുകയും ചെയ്തേക്കാം. അത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതലായി ചർച്ചയാക്കിയത് പരമ്പരാഗതമായി ലഭിക്കുന്ന ഹിന്ദു വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഒരു ആശങ്ക. എന്തായാലും ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും LDF കൺവീനറുടെയും എല്ലാ മണ്ഡലങ്ങളിൽ വോട്ട് ക്രമാതീതമായി ബി.ജെ.പിക്ക് വർദ്ധിക്കുന്നത് പാർട്ടി വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അത് കൃത്യമായ തോതിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ്. എന്താണ് ഇത്തരത്തിൽ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം? ഏത് രീതിയിലാണ് പാർട്ടി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ വോട്ട് ബി.ജെ.പിക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകുന്നത്.